ഈമാനുള്ള മുഅ്മിനീങ്ങളെല്ലാം കാത്തുകാത്തിരുന്ന വിശുദ്ധമായ റബീഉൽ അവ്വൽ 12 രാവും പകലും നമ്മിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധമായ റബീഉൽ അവ്വൽ 12 രാവ് കടന്നു വരുമ്പോൾ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ജീവിതം വലിയ നഷ്ടത്തിലായിത്തീരും, വലിയ അപകടത്തിലേക്ക് നമ്മൾ ചെന്നെത്തും. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ജീവിതം മനോഹരമാകും, സമാധാനവും സന്തോഷവും കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ നിറച്ചു തരും. അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി ധാരാളം സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അക്കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായൊരു സ്വലാത്തുണ്ട്, അതുപോലെ മഹത്തരമായൊരു സ്വലാത്ത് വേറെയില്ല. അങ്ങനെയുള്ളൊരു സ്വലാത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ഇന്നത്തെ രാത്രി അതുപോലെ തന്നെ നാളത്തെ പകലിലും നാം ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും വളരെ ചുരുക്കി നമുക്ക് പഠിക്കണം. അങ്ങനെ ഇതൊക്കെ ജീവിതത്തിൽ അനുധാവനം ചെയ്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിൽ ഒരു സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ നമ്മൾ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ രാവ് നാളത്തെ പകല് എത്ര വലിയ അത്ഭുതം എന്ന് പറഞ്ഞൊരു രാവും പകലുമാണ്. ഇന്നത്തെ രാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നോണം 7 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ രാവ് നഷ്ടത്തിലായ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മുടെ ജീവിതം തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലായി പോകും. എന്നാൽ ഈ 7 കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിച്ചാലോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നങ്ങ് നിറയും. പടച്ച റബ്ബ് അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ നമുക്ക് 7 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണെന്ന് പഠിക്കണം. ഇന്നത്തെ രാത്രി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും കുറഞ്ഞ നേരം കൊണ്ടൊന്ന് മനസ്സിലാക്കിയിട്ട് മുത്ത് ഹബീബിൻ്റെ ഖൽബിലൊരു ഇടം പിടിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇന്നത്തെ പ്രത്യേകത എന്താണ്? സുബ്ഹാനല്ലാഹ്. ഒന്നാമത്തേതായി നമുക്ക് പറയാൻ പറ്റുന്നത് ഇന്നത്തെ രാവ് തന്നെയാണ്. ഇന്നത്തെ രാവ്, ഈ രാവ് റബീഉൽ അവ്വൽ 12 രാവാണ്. അത് മാത്രമല്ല, വല്ലപ്പോഴും വരുന്ന അത്ഭുതമെന്നോണം സംഭവിക്കുന്ന ഒരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ചയുടെ രാവും കൂടെ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇരട്ടി മധുരം പോലെ മുത്തുനബിയെ മഹബത്ത് വെക്കുന്നവർക്ക് ഇരട്ടി മധുരമാണ് 12 രാവ്, തിങ്കളാഴ്ച രാവ്. അപ്പോൾ ഇത് രണ്ടും കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞ മനുഷ്യരെ, നിങ്ങൾ ഏറ്റവും വലിയ നഷ്ടത്തിലാണ്. അതുകൊണ്ട് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി അമലുകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വഴി നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ 2 രാവും എന്നിലേക്ക് കടന്നു വരുന്നുണ്ട്, ഈ 2 പകലും എന്നിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ആദ്യം തന്നെ മനസ്സിലുണ്ടാകണം. ഇനി രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്താണ്? അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങളിൽപ്പെട്ട അഇമ്മത്തുകളിൽ ചിലരുടെ അഭിപ്രായം ഇങ്ങനെയുണ്ട്. അതായത് റബീഉൽ അവ്വൽ 12 രാത്രിക്കാണോ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിക്കാണോ ശ്രേഷ്ഠത കൂടുതൽ? ഇവിടെ ഇമാമിങ്ങൾ ഈ ഒരു ചർച്ച തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ഖസ്തല്ലാനി അതുപോലെ തന്നെ ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഒക്കെ ചർച്ച ചെയ്തൊരു വിഷയമാണത്. അവർ പറയുന്ന അവരുടെ അഭിപ്രായ പ്രകാരം ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയേക്കാൾ റബീഉൽ അവ്വൽ 12 രാവിന് മഹത്വമുണ്ടത്രേ. എന്നാൽ ലൈലത്തുൽ ഖദറിന് തന്നെയാണ് മഹത്വം കൂടുതൽ എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. നമ്മളൊരു പ്രബലമായ അഭിപ്രായം പറയല്ല, ഇമാമിങ്ങൾ അങ്ങനെ പോലും ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് അങ്ങനെ ചർച്ച ചെയ്യാൻ കാരണം? ഈ രാവിൻ്റെ മഹത്വം എത്ര വലുതാണ്. അവർ നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നൊരു കാരണമുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന രാത്രി, ആ രാത്രി അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഇല്ലേ? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ തങ്ങളെ ജനിപ്പിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ തിരഞ്ഞെടുത്ത രാത്രിയാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠത കൂടുതൽ. ആ ലൈലത്തുൽ ഖദർ പോലും പടയ്ക്കാൻ കാരണമായി തീർന്നത് അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ജനിച്ച രാത്രിക്കാണ് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമിങ്ങളാണല്ലോ ഈ പറയണേ. ഒരു ചാൻസ് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഈ രാത്രിയെ കൂടുതലൊന്ന് പരിഗണിക്കുക, ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക, ധാരാളം സ്വലാത്തുകൾ ചെല്ലുക, അല്ലേ? അങ്ങനെ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നന്മകളൊക്കെ ചെയ്ത് രാത്രിയെ ഹയാത്താക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രതിഫലാർഹമാണെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്
ഈ ഒരു 12-ന്റെ രാവും പകലും ഇതര ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതലൊന്ന് സന്തോഷിക്കുക, സന്തോഷം പ്രകടിപ്പിക്കണമെന്നേ. നമുക്കൊരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ തുറന്നു പറയണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ ഇപ്പം എനിക്കൊരാളോട് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീയോട് ഒരാൾക്ക് ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ അന്യ പുരുഷനോട്, ആ കഥയല്ലോട്ടെ പറയണേ. ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ഒരു ആണിനോട് ഇഷ്ടം തോന്നി, അതായത് ഒരു സുഹൃത്തുപരമായ ബന്ധം അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരോട് ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് ഇഷ്ടം തോന്നിയാൽ എന്ത് ചെയ്യണം? തുറന്നു പറയണം. ഉഹിബ്ബുക ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയണം എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്നേഹം മനസ്സിലുണ്ടായിട്ട് വെറുതെ വെച്ചാൽ പോരാ, തുറന്നങ്ങ് പ്രകടിപ്പിക്കണം. ആ പ്രകടിപ്പിക്കലിന് എത്ര വലിയ കൂലിയാണ് കിട്ടണമെന്നറിയോ? എന്തിനേറെ കാഫിറായിരുന്നു അബൂലഹബ് ഇല്ലേ? നമ്മൾ മുമ്പ് ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബ് നിക്കാഹിൽ ഈ സംഭവം കാണാം. എന്താ സംഭവം? എല്ലാ തിങ്കളാഴ്ച ദിവസവും കഠിനമായ നരകത്തിൻ്റെ അകത്ത് വെച്ച് നല്ല കുടിവെള്ളം കിട്ടും. ആർക്ക്? അബൂലഹബിന്. അബൂലഹബാരാ? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അവനെ ശപിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള അബൂലഹബിന് പോലും നരകത്തിൻ്റെ അകത്ത് ശുദ്ധമായ കുടിവെള്ളം കിട്ടും. എന്താ കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സമയം, മുത്തുനബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ നിമിഷത്തിൽ അബൂലഹബിൻ്റെ അടിമപ്പെണ്ണായിരുന്ന സുവൈബത്തുൽ അസ്ലമിയ വന്ന് പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ സഹോദരനൊരു കുട്ടി ജനിച്ചിട്ടുണ്ട് കേട്ടോ. അത് നബിയാണെന്നൊന്നും അവൻ അറിയാൻ പാടില്ല എന്ന് ഇല്ലേ? നിങ്ങളുടെ സഹോദരനൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിൽ അവൻ പറഞ്ഞു, അൻതി ത്വാലിഖത്തുൻ, മോളെ ഇന്നു മുതൽ നീ അടിമയല്ല, നിന്നെ മോചിപ്പിച്ചിരിക്കണു. അപ്പോൾ അടിമപ്പെണ്ണിനെ മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് മോചിപ്പിച്ചതിന് അബൂലഹബിന് കിട്ടുന്നത് എന്താ? കാഫിറായ അബൂലഹബിന് എല്ലാ തിങ്കളാഴ്ചയും ശുദ്ധമായ കുടിനീര് തിങ്കളാഴ്ചയുടെ പ്രഭാതത്തിൽ അള്ളാഹു നൽകുമത്രേ. അങ്ങനെയാണെങ്കിൽ മുഅ്മിനീങ്ങളായ നമ്മൾ സന്തോഷം പ്രകടിപ്പിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഖൈറും തരൂലേ. നമ്മുടെ കൽബിൽ വേണം ഹുബ്ബുർ റസൂൽ. അത് പറയാനുള്ള തൗഫീഖ് കിട്ടണം. ചിലർ പറയും ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. അത് വെറുതെയാണ്. സ്നേഹമുണ്ട് എന്ന് പറയുകയും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യൽ പാച്ച മുനാഫിക്കിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം നമ്മൾ പറയാം, സ്നേഹമൊക്കെ ഉണ്ട്, എന്തുട്ടാ പ്രകടിപ്പിക്കാൻ? ആ പറച്ചിൽ തന്നെ ഈമാൻ നഷ്ടപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ കൽബിൽ മാത്രം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അതിൻ്റെ പ്രകടനം പുറത്തേക്ക് വരണം. സ്വഹാബത്ത് എങ്ങനെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത്? അത്രയൊന്നും സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും ആ പാതയത്തിലൂടെ ഒന്ന് നടക്കണം. അങ്ങനെ നടന്നു നോക്കിയേ, എത്ര മനോഹരമാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഇല്ലേ? ഒരിക്കലും ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി ഇങ്ങനെ കിടക്കുമ്പോഴേ ശരീരത്തിൽ നിന്ന് വിയർപ്പിങ്ങനെ വടിച്ചെടുത്ത് കുപ്പിയിലാക്കി. എന്തിനത്? അത്തറിൻ്റെ കുപ്പിയിലേക്ക് വെക്കാണ്. അത്തറിന് കസ്തൂരിയേക്കാൾ സുഗന്ധം ഉണ്ടായിരുന്നു മുത്തുനബിയുടെ വിയർപ്പിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതറിഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് പുഞ്ചിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട് എങ്ങനെ മുത്തുനബിയെ സ്നേഹിക്കണം. അതായത് ഞങ്ങൾക്ക് കൽബിൽ സ്നേഹമുണ്ട്, അത് മതി, പിന്നെ സുന്നത്തങ്ങടെ അനുധാവനം ചെയ്താൽ മതി. പോരാ മോനെ, മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് സുന്നത്ത് അനുധാവനം ചെയ്യണം. അല്ലാണ്ട് സുന്നത്ത് അനുധാവനം ചെയ്യലല്ല സ്നേഹം, സ്നേഹിച്ചുകൊണ്ട് സുന്നത്തിനെ അനുധാവനം ചെയ്യണം. അങ്ങനെ അനുധാവനം ചെയ്താലാണ് അത് മഹബത്താവുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഹബീബായ തങ്ങളെക്കുറിച്ച് പറയണം, മൗലിദ് നടത്തണം, അവിടുത്തെ മദ്ഹുകൾ ചൊല്ലണം, പറയണം, പാടണം. സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൻ്റെ ശിഷ്യനാണ്, താബിഈങ്ങളിൽ പ്രമുഖനാണ്. ആ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ഉഹദ് മലയോളം സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ അത് മുഴുവൻ മുത്തുനബിയുടെ മൗലിദാഘോഷത്തിന് വേണ്ടി ഞാൻ ചെലവാക്കിയേനെ. സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മനസ്സിലാകുന്നുണ്ടാ? ഈ സ്നേഹപ്രകടനത്തിന് നമുക്ക് കിട്ടുന്നെന്താ? അൻത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കണത് നീ അവരോടൊപ്പാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയെ അതിരറ്റ് മഹബത്ത് വെക്ക്, അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ല്, അവിടുത്തെ പേരിൽ മദ്ഹ് ചൊല്ല്. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ മുത്തുനബിയുടെ ആ ഒരു മദ്ഹിനെ പ്രകീർത്തിക്കുക, അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് വീടിനെ അലങ്കാരം നടത്തുക, ലൈറ്റ് ഇടുക, എന്തെല്ലാം ഹലാലായതൊക്കെ നമുക്ക് ചെയ്യാം. അത് മഹബത്തിൻ്റെ അർത്ഥമറിയാത്ത ആളുകളാണ് ഇതിനെയൊക്കെ നിരാകരിക്കുന്നത്. അവർക്ക് ലഭിക്കുക ആ സ്നേഹപ്രകടനത്തിന് പകരമായി ലഭിക്കുക, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ നാളെ ആഖിറത്തിൽ സ്ഥാനമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മൗലിദുകൾ കൊണ്ട് വീട്ടിൽ നിറയട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷത്തോടെ വസ്ത്രം എടുത്തു കൊടുക്കാം, ഒരു കുഴപ്പമില്ല. മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട്, അതൊക്കെ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ മുത്തുനബിയുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിനൊരു വസ്ത്രം, നമ്മൾ അതിലൊരു മിഠായിയെങ്കിലും വാങ്ങിക്കൊടുക്കാമല്ലോ നമുക്ക് ഇല്ലേ? മിഠായി വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ഭക്ഷണം വെക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ആ മദ്ഹിൻ്റെ ആ ഒരു സുന്ദരമായ സ്നേഹത്തിൻ്റെ അനുധാവനം പുറത്തേക്ക് ഇങ്ങനെ ഒഴുകുന്ന രീതിയിൽ മനോഹരമാകട്ടെ. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രണയമുള്ളവനെ ഇത് ആസ്വദിക്കാൻ പറ്റൂട്ടോ. മുത്തുനബിയോട് അടങ്ങാത്ത പ്രണയമുള്ളവനെ അത് പറ്റുള്ളൂ. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയാന്നേ. സ്നേഹം എന്ന് പറഞ്ഞാൽ ആ ഒരു മനുഷ്യനോട് മാത്രമല്ല, ആ മനുഷ്യനുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ സ്നേഹമായിരിക്കും.
ഇപ്പോൾ ലൈല മജ്നൂൻ്റെ കഥ നമ്മൾ പറയാറില്ലേ. ഒരിക്കൽ ഈ ഇമ്രുൽ ഖൈസ്, അവനാണ് ഈ മജ്നു എന്ന് പറയുന്നത്, ഭ്രാന്തനായി പോയി എന്ന് പറയുന്നത് ലൈലയെ സ്നേഹിച്ച് ഭ്രാന്തനായി എന്നാണ്. ഇമ്രുൽ ഖൈസ് ഒരിക്കലും ഒരു പട്ടീനെ ഇങ്ങനെ, ഒരു നായയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ചോദിച്ചു, ഇവനിപ്പോൾ ഭ്രാന്തായി, ഭ്രാന്ത് കൂടി ഇപ്പം നായയുടെ പുറകെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭ്രാന്തനായിട്ട് തോന്നിയേക്കാം, പക്ഷേ ഈ നായ ഏതാണെന്നറിയോ? എൻ്റെ ലൈലയുടെ നാട്ടിൽ എൻ്റെ ലൈലയുടെ കാലു പതിഞ്ഞ മണ്ണിലൂടെ ചവിട്ടി നടന്ന നായയാണ്, അതുകൊണ്ട് ഈ നായക്കും ലൈലയുടെ ഗന്ധമുണ്ട് എന്നാണ്. ഇത് നമുക്ക് മനസ്സിലാവില്ല ഈ പറയണത്. ഇത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. നമ്മളതുകൊണ്ട് നായനെ പിടിക്കാൻ പോകണമെന്നല്ല ഈ പറയണത്. സ്നേഹത്തിൻ്റെ ഭാഷ അങ്ങനെയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിച്ചു നോക്കിയേ, അവിടെ ആ ഹബീബുമായി ബന്ധപ്പെട്ടതിനോടൊക്കെ നമുക്ക് സ്നേഹം തോന്നും. ആ ഹബീബിൻ്റെ മീലാദിനോട്, അവിടുത്തെ പേര് ലൈറ്റ് ഇടുന്നതിനോട്, മൗലിദ് നടത്തുന്നതിനോട്, ഭക്ഷണം കൊടുക്കുന്നതിനോട് വല്ലാത്തൊരു മഹബത്ത് തോന്നും. ആ മഹബത്തില്ലേ നമ്മൾ വരണ്ടുണങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ കൽബ് തകർന്നു പോയിട്ടുണ്ട്. കൽബ് ആകെ കറുവറുത്തു പോയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇനി നാലാമത്തേത് എന്താണ്? ഈ രാവിലെ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന രാവാണ്. കാരണം പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവ്, എല്ലാ തിങ്കളാഴ്ച രാവും അത് സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്ന മനോഹരമായ രാവ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ രാവും കൂടെയാണല്ലോ. ആ സമയം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അഞ്ചാമത്തേത് അമലുകൾ ഉയർത്തപ്പെടുന്ന ഒരു രാവാണ്. അമലുകൾ എല്ലാ ആഴ്ചയിലും 2 തവണ ഉയർത്തപ്പെടുമല്ലോ, നമുക്കറിയാം. ഒന്ന് തിങ്കളാഴ്ച രാവ്, മറ്റൊന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ലേ. അപ്പോൾ തിങ്കളാഴ്ച രാവ് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന വേള. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നിമിഷം. ആ രാവ് സ്വലാത്തുകൾ, മദ്ഹുകൾ, ഇതിലിങ്ങനെ കൃത്യമായി നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോൾ നമ്മുടെ അമലുകൾ ഇങ്ങനെ ഉയർത്തിപ്പോയാൽ മാഷാ അല്ലാഹ് എത്രമേൽ അത്ഭുതമാണ്. നഷ്ടം ഉണ്ടാവില്ല, നമുക്ക് ലാഭമില്ല. അതല്ലേ അല്ലാഹു ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇനിയോ ആറാമത്തേത് റഹിമല്ലാഹു ഇംറഅൻ, അല്ലാഹു ഒരു മനുഷ്യന് കാരുണ്യം ചെയ്യട്ടെ. എങ്ങനെയാണ് കാരുണ്യം കിട്ടുക? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുകൾ, മൗലിദുകൾ, അത് കൃത്യമായി അവൻ വീട്ടിലോതുമ്പോൾ അവനെ ചുറ്റിപ്പറ്റി മാലാഖമാർ നടക്കുമത്രേ. ആ വീട്ടിൽ മാലാഖമാരിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. അള്ളാഹുവും അവൻ്റെ മലക്കുകളും ചെയ്യണ കാര്യമാണല്ലോ നമ്മൾ ഈ ചെയ്യണത്. അവൻ അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടാകുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കാൻ. അവൻ അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടാവും. അള്ളാഹുവും മലക്കുകളും ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ള ആ ബോധ്യത്തിൽ അവൻ സ്വലാത്തും മൗലിദും ചൊല്ലുമ്പോൾ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാകും. മൗലിദ് ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മാലാഖമാരിറങ്ങുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൗലിദ് ഓതുന്ന സ്ഥലത്ത് റഹ്മത്തിൻ്റെ മാലാഖമാരിറങ്ങും. അവരിങ്ങനെ മൗലിദ് സദസ്സുകളിൽ വന്നിരിക്കും. അവരിങ്ങനെ ചുറ്റും വട്ടമിട്ടിങ്ങനെ നടക്കും. ആ മലക്കുകളെ കൊണ്ട് നമ്മുടെ വീട് അനുഗ്രഹീതമായി തീരും. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ഏഴാമത്തേത് ഭക്ഷണം കൊടുക്കലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക. ഇമാം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്, അഖാഅൻ നഫ്സിഹി ബഅദ നുബുവത്തിന് ശേഷം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് റഹ്മത്തുൽ ലിൽ ആലമീനായതിൻ്റെ പേരിൽ സന്തോഷിച്ചുകൊണ്ട് അറവ് നടത്തി ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുത്തുനബി തങ്ങൾ തന്നെ ചെയ്ത് മാതൃക കാണിച്ചൊരു കാര്യമാണ്. നമ്മളും അറുത്ത് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയണത് പോലെ ഭക്ഷണം കൊടുക്കുക. ഇനി നമ്മളെ കൊണ്ട് ഒറ്റയടിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. പള്ളിയിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതിലേക്ക് നമ്മൾ ഹദിയ കൊടുക്കുക. മാഷാ അല്ലാഹ്, ഒക്കെ വലിയൊരു തൗഫീഖല്ലേ മുത്തുനബിയുടെ പേരിൽ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഭക്ഷണം മാത്രമല്ല, അന്നത്തെ ദിവസം സ്വതക്കയൊക്കെ വർദ്ധിപ്പിക്കാമെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് കാണാം. അബൂശാമി ഇമാം അടക്കം രേഖപ്പെടുത്തി വെച്ചൊരു കാര്യമാണ്. അന്നത്തെ രാത്രിയും പകലും ഒക്കെ ധാരാളം സ്വതക്ക ചെയ്യുക, പാവങ്ങളെ, സാധുക്കളെ പരിഗണിക്കുക. ഇപ്പോൾ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്കൊക്കെ ഹദിയ ചെയ്യുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്ന രാത്രികളിലൊക്കെ ഹദിയ ചെയ്ത ആളുകൾ അള്ളാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അതൊരു വലിയൊരു അമലാണ്. 1 രൂപ പോലും കൊടുക്കാതെ ഈ പിശുക്കി വെക്കണ മനുഷ്യന്മാർ തോറ്റുകൂട്ടോ, ഉറപ്പാണ്. അതെവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു സാധുവില്ല, ഒന്നില്ലെങ്കിൽ പള്ളിക്കുറ്റിയിൽ കൊണ്ടെങ്കിലും ഇടുക, സ്വതക്ക ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീർന്നാൽ വലിയ വലിയ തൗഫീഖ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമുക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല. അള്ളാഹു ഇസ്സത്ത് തരും, ഉറപ്പാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ആ ഒരു കാര്യം കൂടെ പറയാം. റബീഉൽ അവ്വൽ 12 രാവിലെ അതുപോലെ തന്നെ പകലിനോടടുത്ത സമയത്തൊക്കെ മൗലിദ് ചൊല്ലുന്ന മനുഷ്യന് 3 ദിവസത്തേക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകക്കാരായ ചില മലക്കുകളെ ഏർപ്പെടുത്തി കൊടുക്കും. തെറ്റുകളിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ, തെറ്റ് ചെയ്തു പോകുന്നതിൽ നിന്ന് അവനെ സംരക്ഷിക്കാൻ മലക്കുകളെ ഏർപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ചില ആൾക്കാരുണ്ട് കേട്ടോ, അതായത് ഇവരെന്തൊക്കെ ചെയ്താലും ഇവരുടെ ഒരമലും സ്വീകരിക്കൂല. അവർക്ക് റബീഉൽ അവ്വൽ 12 ശരിയൊക്കെ ഒന്നിനും പരിഗണിക്കൂല. ഒന്ന് കുടുംബവുമായി ഭിന്നിച്ച് നിൽക്കണ മനുഷ്യർ, വാപ്പാടെയും മാടെയും പൊരുത്തല്ലാത്ത ആളുകൾ,
കുടുംബക്കാരുമായി അകാരണമായി തെറ്റി നിൽക്കുന്നവർ അള്ളാഹ്ക്ക് വേണ്ടി മിണ്ടാതിരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയണത്. ചിലപ്പോൾ നമുക്ക് അള്ളാഹുവിനെ മുൻനിർത്തി ചില വിഷയങ്ങളിൽ മിണ്ടാതിരിക്കേണ്ടി വന്നേക്കാം. ഇതൊന്നുമല്ല സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ, ദുനിയാവിൻ്റെ പേരിൽ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയതിൻ്റെ പേരിൽ, വഴിത്തർക്കത്തിൻ്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ആളുകളെ നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം ഉണ്ടാവില്ല കേട്ടോ, അത് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഹബീബായ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടട്ടെ, അവൻ നശിച്ചു പോട്ടെ. ആരാണ്? എൻ്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്തവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്ത് നബിയോട്, അവിടുത്തെ പേരിനോടൊരു മഹബത്തില്ലാത്ത, ആ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലാത്ത മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും ഇതൊന്നും ഉപകാരപ്പെടില്ല കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹബീബായ തങ്ങളെ സ്നേഹിക്കാത്തവർക്കും ഇത് ഉപകാരപ്പെടില്ല. ചിലർ പറയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുന്നത്തെടുത്താൽ മതി, സ്നേഹിക്കലൊന്നും അങ്ങനെയൊന്നും വേണ്ട, അവർക്കൊന്നും ഉപകാരപ്പെടൂല. സ്നേഹിച്ചുകൊണ്ട് സുന്നത്തെടുക്കുമ്പോഴാണ് അത് അനുധാവനമായി തീരുന്നത്. അള്ളാഹു ഇത് കൃത്യമായി ഈ ദിനരാത്രങ്ങളെ വിനിയോഗിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതുപോലെ ഇന്നത്തെ രാത്രി നമ്മൾ പറഞ്ഞു ധാരാളം സ്വലാത്തിരണം. അക്കൂട്ടത്തിൽ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്, നിങ്ങൾക്ക് അറിയുന്ന ഏത് സ്വലാത്തും ചൊല്ലാട്ടോ. സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായൊരു സ്വലാത്ത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാതെ ഏത് സ്വലാത്താണ്, ആ സ്വലാത്തിനോളം മഹത്വം ഒരു സ്വലാത്തിനുമില്ല. കാരണം അത് വാരിതായി വന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സ്വലാത്ത് ധാരാളം ചൊല്ലാം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന എണ്ണം ഇന്നത്തെ രാത്രി ഈ സ്വലാത്തുകൾ കൊണ്ട് മനോഹരമാക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഇൻഷാ അല്ലാഹ് കൃത്യം 7:15 12-ാം രാവിൻ്റെ മജ്ലിസ് നടക്കുകയാണ്. നഷ്ടപ്പെടുത്തല്ലേ. എന്തെല്ലാം തിരക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് പങ്കെടുക്കുന്നേ. പിന്നെ നേരം വെളുത്താൽ നാളത്തെ സ്വബാഹുൽ ഖൈർ 6 മണിക്കല്ല 5:30 മണിക്കാണ്. ഇപ്പോൾ 5:30 മണി വേണം, അല്ലെങ്കിൽ 6 മണിക്ക് തന്നെ വേണം. 1 മണിക്കൂർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഇരിക്കണ്ടേ. നമ്മുടെ 1 കോടി സ്വലാത്ത് ഹദിയ ചെയ്യണം, പ്രത്യേകം ദുആ വസിയത്തുകൾ വായിച്ചൊന്ന് ദ്വാരക്കണം. എത്ര മണിക്ക് വേണം? 5:30 വേണോ 6 മണി വേണോ? നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയണത് പോലെ ബാക്കി നമുക്ക് ഗ്രൂപ്പിലൂടെ അറിയിക്കാം. 5:30ക്കാണെങ്കിൽ അങ്ങനെ, 6 മണിക്കാണെങ്കിൽ അങ്ങനെ കേട്ടോ. നിങ്ങളൊന്ന് പറയാം ഇൻഷാ അല്ലാഹ്. നമുക്ക് ആ മജ്ലിസ് ഒന്ന് സംഘടിപ്പിക്കണം. മുത്ത് ഹബീബിലേക്ക് 1 കോടി സ്വലാത്ത് സമ്മാനമായി അങ്ങ് കൊടുക്കണം. യാ അല്ലാഹ്, മനസ്സിങ്ങനെ നിറയാൻ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം. ഹബീബായ തങ്ങൾ അത് സ്വീകരിക്കുന്ന ഒരു നിലയിലേക്ക് എത്തണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വർഗം ചോദിച്ച സ്വഹാബിയുടെ പേരെന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സ്വർഗത്തിൽ നബിയെ എനിക്കൊരു ഉന്നത സ്ഥാനം വേണം അങ്ങയുടെ അടുത്ത്. ആരാണത്? അത് മഹാനായ റബീഅ റളിയല്ലാഹു അൻഹു ആണ്. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്: 10 കൊല്ലം മുത്തുനബിക്ക് സേവനം ചെയ്തിട്ട് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് കേൾപ്പിക്കാത്ത ഒരു സ്വഹാബി. അങ്ങനെ 10 കൊല്ലം മുത്തുനബിക്ക് സേവനം ചെയ്തു, എന്നിട്ട് എന്താ മോനെ അങ്ങനെ ചെയ്തത് എന്ന് മുത്തുനബിയെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല. അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഹബീബിനെ സേവിച്ച, ഹബീബിന് സേവനം ചെയ്ത ആ സ്വഹാബിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. പല ആളുകളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കേറെ വേണ്ടപ്പെട്ടൊരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ പേഴ്സ് ദുബായിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പൈസയും അതുപോലെ പല കാർഡുകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് തിരിച്ചു കിട്ടാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പമാക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ പലവിധ സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും വായിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പ്രത്യേകം ദുആ ചെയ്യണം. ഇന്നത്തെ രാത്രിയിലെ സദസ്സിലും പങ്കെടുക്കുക. മുടങ്ങാതെ റബീഉൽ അവ്വൽ 30 വരെ എല്ലാവരും പങ്കെടുക്കണം. അല്ലാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഈ രാവും പകലും നഷ്ടപ്പെടുത്തി കളയാതെ മനോഹരമായി ഹബീബിനെ പുകഴ്ത്തുക. അവിടുത്തെ മദ്ഹുകൾ കൊണ്ട് നമ്മുടെ വീട് നിറയട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്നും കൂടെ യാ അക്രമ ബൈത്ത് നമുക്കൊന്ന് ചൊല്ലണം. അത്രത്തോളം മഹത്തരമായൊരു ബൈത്താണത്. യാ അക്രമ ബൈത്ത്
അത്ര മഹത്തരമായൊരു ബൈത്താണ്. നമുക്ക് ഈ ആക്രമ ബൈത്തൊന്ന് ചൊല്ലിയിട്ട് നമുക്കൊന്ന് ദുആ ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. يا أكرم الخلق ما لمن ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم تحالى باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى
والحلم والكرم ചൊല്ല മൗലായ على حبيبك خير الخلق كلهم ما رنحت عذابات الباني ريح صابا وأطرب العيسى حد العيسى بالنعم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണയല്ല. നിൻ്റെ സ്വലാത്തുകൾ ചൊല്ലിയ നിൻ്റെ ഹബീബിൻ്റെ മദ്ഹുകൾ പറഞ്ഞ സദസ്സാണല്ല, നീ ഹായിബാക്കല്ലയല്ല. ഏത് ലക്ഷ്യത്തിലാണോ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുള്ളത് എല്ലാ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിക്കണയല്ല. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന, ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന, ഇതിൻ്റെ അഹ്ലുകാരായ, ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായ, ഇതിനു വേണ്ടി ഓടി നടക്കുന്ന, ഇതിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇതിൻ്റെ സഹപ്രവർത്തകർ യാ റബ്ബന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരെ നീ കൈവടിയല്ലേ അല്ല, ചേർത്തു പിടിക്കണയല്ല, കണ്ണീർ തുടക്കണയല്ല. മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണയല്ല. വിവാഹ ജീവിതം ആസ്വദിച്ച് കിട്ടാത്തവരുണ്ട്, ഹൈറായ ജീവിതം നൽകണയല്ല. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണയല്ല. പടച്ചവനെ, ഒരുപാട് അസുഖബാധിതർ പരിപൂർണ്ണ ശിഫ നൽകണയല്ല. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം നൽകണയല്ല. മക്കളെ നന്നാക്കണയല്ല, സ്വാലിഹ്യങ്ങളാക്കണയല്ല. പരീക്ഷകളിൽ, പരീക്ഷണങ്ങളിൽ ഉന്നത വിജയം നൽകണേ അല്ലാ. യാ റബ്ബന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിരറ്റ മഹബത്ത് നൽകണയല്ല. അവിടുത്തെ കാണാത്ത കണ്ണാക്കല്ലയല്ല, അവിടുത്തെ അറിയാത്ത കൽബാക്കല്ലയല്ല. മാലിന്യങ്ങൾ നിറഞ്ഞ കൽബിനെ നിൻ്റെ നൂറായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് പ്രകാശപൂരിതമാക്കണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, സ്വീകരിക്കണയല്ല, തട്ടിക്കളയല്ലേ അല്ല. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല. നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടാൻ ദുആ കൊണ്ട് വസൂയത്ത് ചെയ്തവരുണ്ട്, എളുപ്പമാക്കണേ അല്ല. വീട് വിറ്റുപോകാൻ, സ്ഥലം വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ല. യാ റബ്ബന, കടയിൽ കച്ചവടമില്ലെന്ന് പറഞ്ഞവർ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ല. വിദേശത്തേക്ക് പോയവരുണ്ട്, ബറക്കത്ത് ചെയ്യണേ അല്ല. ഞങ്ങളുടെ ജോലിയിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണേ അല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ല. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായവരുണ്ട്, യാ റബ്ബന പരിപൂർണ്ണ സൗഖ്യം
ആജിലും കാമിലുമായ ശമനം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും, സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഒരുപാട് ഉപ്പമാർ ഉമ്മമാർ ഒരുമിച്ചിരുന്ന് ഈ സദസ്സ് കാണുന്നുണ്ട് തമ്പുരാനെ. കഴിഞ്ഞ ദിവസം കൂടെ ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ പ്രായമുള്ളൊരു ഉപ്പയാണ്, ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ്, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും ഒരുമിച്ചിരുന്നാണ് സ്വബാഹുൽ ഖൈർ കാണുന്നതെന്ന് അറിഞ്ഞു. അൽഹംദുലില്ലാ. അള്ളാഹു നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാനെ. എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളാരെയും മദീന കാണാതെ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.